മന്ദിര ബേദിക്കും നയൻതാര ജെയിനും ഒരു നല്ല കൈഡി. ഇതൊരു ഡിഫറെന്റ് ടൈപ്പ് കോമ്പറ്റീഷൻ ആയിരിക്കും. ഐഡിയാസ്, ആക്ച്വലി തോട്ട്സ് അബൌട്ട് സസ്റ്റൈനബിലിറ്റി, തോട്ട്സ് അബൌട്ട് സസ്റ്റൈനബിൾ പ്ലാനറ്റ്. ഫ്യൂച്ചറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താവണമെന്ന് ആഗ്രഹിക്കുന്നത്? എനിക്കൊരു തരം കാർ വീൽ ഉണ്ടാക്കണം. അത് ഫ്രിക്ഷനിലായിരിക്കും ഓടുന്നത്. ഇദ്ദേഹം ആരാണെന്നറിയോ? കുഞ്ഞുനാളിൽ നമ്മുടെ മാതാപിതാക്കൾ പറയാറില്ലേ ഇവനെ കണ്ട് പഠിക്കുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഇമാജിനേഷൻ കൊണ്ട്, ആർട്സ്, ക്രാഫ്റ്റ്സ്, വാക്കുകൾ കൊണ്ട് നമ്മളോട് പറയും വാട്ട് യുവർ തോട്ട്സ് ആർ ഫോർ എ സസ്റ്റൈനബിൾ പ്ലാനറ്റ്. ഗോ. നമ്മുടെ യങ് ഇന്നോവേറ്റേഴ്സിന് ഒരു നല്ല കൈഡി. ലൈഫിൽ എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് നടക്കുമെന്ന് അറിയില്ല, എന്നാൽ ഒരു കാര്യം വളരെ പെട്ടെന്ന് നടക്കും. എപ്പോഴാണോ ഫെവി ക്രിയേറ്റ് നിങ്ങളുടെ കയ്യിലുള്ളത്, അപ്പോ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ക്രാഫ്റ്റുകൾ വളരെ വളരെ പെട്ടെന്ന്. ശരിയല്ലേ? അപ്പോ പെട്ടെന്ന് ചെയ്യേണ്ട ക്രാഫ്റ്റുകളുടെ സമയം വന്നിട്ടുണ്ട്. ഋഷിക, ഓക്കെ, യു റെഡി? യെസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു DIY പസിൽ. ഇതിനായി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡ്, ചാർട്ട് പേപ്പർ, ഫെവിക്കോൾ, പെൻസിൽസ്, പിന്നെ ഒരു കട്ടർ, അതുപോലെ മെഷർ ചെയ്യാനായി ഒരു റൂളർ. ഓക്കെ മാം. ആദ്യമായി നമ്മൾ ഈ ഷീറ്റിനെ കട്ട് ചെയ്യുന്നു. ഓക്കെ. ഇനി ഇതിൽ നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കും. ഈ സ്ട്രിപ്സിനെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഇതിനെ ഇവിടെ ഒട്ടിക്കും യൂസിംഗ് ഫെവിക്കോൾ. യെസ്. ഓക്കെ. സ്റ്റിക്ക് ചെയ്തതിനു ശേഷം ഇത് കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ആൻഡ് വി ആർ ഗോയിങ് ടു മേക്ക് 1 inch by 1 inch ലൈൻ. പെയിന്റ് ചെയ്തതിനു ശേഷം നമ്മുടെ മഷ്റൂം ദേ ഇങ്ങനെ ഇരിക്കും. നമ്മൾ കട്ട് ചെയ്തില്ലേ, അതിന്റെ മുകളിലാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം അത് പൊട്ടിക്കണം. അതെ. നമ്പറും അറേഞ്ച്മെന്റും ഡെക്കറേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതാ നിങ്ങളുടെ DIY പസിൽ. താങ്ക് യു. ഓക്കെ, ഓൾറൈറ്റ്. സോ താങ്ക് യു സോ ഗയ്സ്, മച്ച്. ഇത് കണ്ട് ഇൻസ്പയർഡ് ആയവർക്കുള്ള ഫെവി ക്രിയേറ്റ് ഐഡിയ ലാബ്സ് 2026ന്റെ എൻട്രികൾ ഓപ്പൺ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ക്രാഫ്റ്റ് പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ടത് www.fevicreate.com-ലേക്കാണ്. താങ്ക്സ് ഗയ്സ്. എന്ത് സിമ്പിൾ ആയിരുന്നു എന്ന് നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് വേണ്ടത് കുറച്ച് പേപ്പറുകളും ക്രാഫ്റ്റുകളും പിന്നെ ഫെവി ക്രിയേറ്റിന്റെ അമേസിംഗ് ആയിട്ടുള്ള പ്രോഡക്ട്സുകളുമാണ്. ഇവിടെ ഫെവി ക്രിയേറ്റിന്റെ റൂൾസ് വളരെ ക്ലിയർ ആണ്. ലേണിംഗ് ബൈ ഡു ഇറ്റ്. അതുകൊണ്ടാണ് 15,000 സ്കൂളുകളും 2 മില്യൺ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഫെവി ക്രിയേറ്റിന്റെ അമേസിംഗ് പ്രോഡക്റ്റുകളിൽ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. എന്തെന്നാൽ അവർക്ക് ആർട്ട് ഇന്റഗ്രേറ്റഡ് ലേണിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ അവരുടെ ഉള്ളിലെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും സാധിക്കും. ഓക്കെ, എനിക്ക് പറയാൻ അസൂയാണ്, എന്നാലും ഞാൻ വിളിക്കുകയാണ് നമ്മുടെ യങ് ഇന്നോവേറ്റേഴ്സ്. എവരിബഡി, യു ഹാവ് ദ ലാസ്റ്റ് 5 minutes ലെഫ്റ്റ്. ഫ്രണ്ട്സ്, സമയം അവസാനിക്കാറായിരിക്കുന്നു. ആൻഡ് മൈ കൗണ്ട് 10 9 8 7 6 5 4 3 2 1 Stop. Okay, everybody. Wow. Yes. Nayantara, Mandy, I am telling you. It's gonna be difficult. അതെ, You're telling us. This is beyond difficult. All right. Yes. ബാക്കിയുള്ള ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ പോവാ. അതെ, തീർച്ചയായും. അപ്പോ ജഡ്ജസ് പ്ലീസ് നിങ്ങളുടെ ചാർട്ട്സ് എടുത്തിട്ട് ഇങ്ങോട്ട് വരാമോ? ആൻഡ് സ്റ്റാർട്ട് എക്സാമിനിങ്. നമ്മൾ എവിടുന്ന് തുടങ്ങട്ടെ? ശിവാങ്കർ, പറയൂ, നിങ്ങൾ എന്താണ് ഈ പ്രൊജക്റ്റിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ കൽക്കരി കൊണ്ട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കും. കൽക്കരി ഒരു നോൺ റിന്യൂവബിൾ റിസോഴ്സ് ആണ്. ഏതെങ്കിലും കാലം ഇത് തീർന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് സോളാർ പാനലിന്റെ സഹായത്തോടെ നമുക്ക് അടുത്തു വരുന്ന തലമുറയ്ക്ക് വേണ്ടി ഒരുപാട് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാം. Okay, അപ്പോൾ ഇതാണ് നിങ്ങളുടെ സോളാർ പവർ സിറ്റി അല്ലേ? Yes. ഓഫ് ദി ഫ്യൂച്ചർ. വെരി നൈസ്. ഹായ് സര. ഹായ്. വൗ, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? എന്നാൽ പറഞ്ഞോളൂ, പറഞ്ഞു തരൂ ഞങ്ങൾക്ക്. Here you can see the biogas. It is used to make gas and energy from organic waste from every home. ഇതിനെ നമ്മൾ പ്യൂരിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് വീട്ടിലുള്ള ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഓർഗാനിക് ഫാംസ് കാണാം.
ഇവിടെ നിങ്ങൾക്ക് വെജിറ്റബിൾസ് കിട്ടും. അവ ഓർഗാനിക്കലി വളർത്തിയതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് എയർ പ്യൂരിഫയർ കാണാം. ഇറ്റ് പ്യൂരിഫൈസ് ദ എയർ വിച്ച് ഈസ് സറൗണ്ടഡ് ബൈ ദ കെമിക്കൽ ഗ്യാസസ് ആൻഡ് കെമിക്കൽസ്. What is this? wonderful. ഇതെനിക്ക് മനസ്സിലായില്ല. സോർട്ടിംഗ്. സോർട്ടിംഗ് പോയിന്റ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തില് ഇതാണ് പെർഫെക്റ്റ്, എന്താ പറയാ, സിറ്റി ഓഫ് ദ city? ഫ്യൂച്ചർ. ഇവിടെ എല്ലാത്തിനെയും നന്നായി കെയർ ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതില് വേസ്റ്റ് മാനേജ്മെന്റിനെ കുറിച്ചും ചിന്തിച്ചല്ലോ. എങ്ങനെ റീസൈക്ലിംഗ് ചെയ്യാമെന്നും സോർട്ടിംഗ് പിന്നെ കോമ്പോസ്റ്റിംഗ്. വേസ്റ്റ് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പല റിവേഴ്സും പൊല്യൂട്ടഡ് ആവുന്നത്. എന്തായാലും നല്ലൊരു ടോപ്പിക്കിലാ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. താങ്ക് യു. ഹർഷിത്, നിങ്ങളുടെ പ്രൊജക്ടിനെ പറ്റി എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്? ഇതൊരു സസ്റ്റൈനബിൾ പ്ലാനറ്റ് ആണ്. ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇതുകൊണ്ട് നമുക്ക് വെള്ളം സേഫ് ആക്കാനും സസ്റ്റെയിൻ ചെയ്യാനും പറ്റും. നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി ഹെൽത്തിയും ക്ലീനുമായ വാട്ടർ. ഇതെല്ലാം ടർബൈൻസ് ആണ്. സംടൈംസ് തെർമൽ എനർജി കൊണ്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എയർ പൊല്യൂഷൻ ഉണ്ടാവും സ്മോഗ് കാരണം. അപ്പോൾ നമുക്കെല്ലാവർക്കും ഈസി ആയിട്ട് ഈ ടർബൈൻസ് ഉപയോഗിക്കാം. പിന്നെ ഇതാണ് സോളാർ EV കാർ ചാർജിംഗ് സ്റ്റേഷൻ. സാധാരണ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ എയർ പൊല്യൂഷൻ കൂടും. പെട്രോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ നിന്നാണ് കൂടുതലും എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നത്, അതിന്റെ സ്മോക്ക് കാരണം. The way you created the little city, so many things going on. ഇതെല്ലാം വളരെ ഡൈനാമിക് ആയി തോന്നുന്നു. വെരി കളർഫുൾ ആയിട്ട് തോന്നുന്നു. ഓഷ്യനെ കുറിച്ച് ചിന്തിച്ചത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. എനിക്കിവിടെ Yes. ഓഷ്യൻ കാണാൻ കഴിയുന്നുണ്ട്, ഷാർക്ക്. വെരി നൈസ്. Thank you. വെരി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. സൂപ്പർ. എനിക്ക് ഈ ടോട്ടലി നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു. സോ ഹായ് മാം. ഹായ് ജീവിത. ഹായ്. സോ ഞാനിവിടെ ഗംഗാ നദി ഉണ്ടാക്കി. ഓ, ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഞാനൊരു കുഞ്ഞ് സസ്റ്റൈനബിൾ പ്ലാനറ്റിനെ ഉണ്ടാക്കി. ഇതില് ഗംഗാ നദീനെ എങ്ങനെ മോഡേൺ സിറ്റിയിൽ ഉപയോഗിക്കാമെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഹൈറൈസ് അപ്പാർട്ട്മെന്റ് ആണ്. അതിൽ ഞാൻ ഓപ്പൺ സ്പേസ് ഫാമിംഗ് ചെയ്തു. പിന്നെ ഇതാണ് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ്. ഇതിൽ ഞാൻ പെബിൾസും സാൻഡും ചാർക്കോളും ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കേ, പ്യൂരിഫിക്കേഷന് വേണ്ടി. ഫോർ ദ പ്യൂരിഫിക്കേഷൻ. പിന്നെ ഇതാണ് വാട്ടർ ബോഡി. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന വാട്ടർ അതിലൂടെ പോയിട്ട് നമുക്കത് എപ്പോൾ വേണേലും ഉപയോഗിക്കാം. പിന്നെ ഇതാണ് ഹണി ബോക്സ്. ഓ, ഹണി ബോക്സ്. അതെ. അതൊക്കെ ഈ ചിന്തിച്ചല്ലേ. ഹണി എന്ന് പറയുന്നത് പോളിനേഷന് വളരെ പ്രധാനമാണ്. അപ്പോ ഈ ഫാക്ടറിയിലെ പൊല്യൂഷനെ സഹിക്കാൻ പറ്റുന്നത് ദേ ഇവിടെ കാണുന്ന ഗ്രീൻ ഗാർഡനും എല്ലാം ആണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇതിലെ ഏറ്റവും നല്ല കാര്യം മോള് വളരെ ഡിഫറെന്റ് ആയിട്ടാ ചിന്തിച്ചത്. മോള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഡ്യുവൽ ഫാമിംഗ് മോളുടെ പ്രൊജക്റ്റിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടില്ലേ, അതൊക്കെ നന്നായിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്പൺ സ്പേസ് ഫാമിംഗും ആണ്. Yes. Open പിന്നെ space ഹണി farming. ബീസിനെ കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അതും ഇപ്പോ വലിയൊരു Yeah. പ്രോബ്ലം തന്നെയാണ് ഹണി ബീസിന്റെ എക്സ്റ്റൻഷൻ. ആൻഡ് സൂപ്പർ പ്രസന്റേഷൻ. താങ്ക് യു മാം. ഹായ് റിഷാന്ത്. ഹായ്. ഹലോ മാം. ഫസ്റ്റ് ഓഫ് ഓൾ സിറ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിറ്റി കാരണമായിരിക്കും ഡിഫോറസ്റ്റേഷൻ ഉണ്ടാകുന്നത്, അതായത് സിറ്റി ഉണ്ടാക്കുന്നതിനിടയിൽ. സോ അതൊക്കെ സംഭവിക്കുമ്പോൾ ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും ഇംബാലൻസ് അവിടെ ഉണ്ടാകുന്നു. അത് കോമ്പൻസേറ്റ് ചെയ്യാനായി എല്ലാ ബിൽഡിങ്ങിലും ടെറസ് ഗാർഡൻ ഉണ്ടാവണമെന്ന് നമുക്ക് നിർബന്ധമാക്കാം. അതുകൂടാതെ മാം, എയർ പൊല്യൂഷനും ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒരു പ്രധാന കാരണമാണ്. അത് നമ്മുടെ പ്ലാനറ്റിനെ സസ്റ്റൈനബിൾ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നില്ല. Yes. അത് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ 3 സ്റ്റെപ്സ് ചെയ്യണം. ഫസ്റ്റ്, ദ പ്രൊമോഷൻ ഓഫ് EV വെഹിക്കിൾസ്. സിൻസ് ദ ഇലക്ട്രിസിറ്റി ഈസ് എ ക്ലീനർ ഫ്യൂൽ ആസ് കമ്പയർഡ് ടു ഡീസൽ ആൻഡ് പെട്രോൾ. സോ അതുകൊണ്ട് ഇതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. EV ആയിരിക്കും ഫ്യൂച്ചറിലെ ഏറ്റവും എഫിഷ്യൻറ്റ്. സെക്കൻഡ് മാം, എയർ പ്യൂരിഫയർ. എയർ പ്യൂരിഫയർ ചെയ്യുന്നത് പൊള്യൂട്ടഡ് ആയ എയർ എടുത്തിട്ട് അതിനെയെല്ലാം നല്ല വായുവായി കൺവേർട്ട് ചെയ്യുന്നു. തേർഡ് ഈസ് AI സ്പ്രിംഗ്ലർ സിസ്റ്റം. നമ്മുടെ ഗവൺമെൻറ് എല്ലായിടത്തും വാട്ടർ ടാങ്ക് ഒക്കെ സ്ഥാപിക്കുന്നത് കാണാം, ബിക്കോസ് ഓഫ് AQI ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായി. മാം, ലാസ്റ്റ്ലി ഞാൻ പറഞ്ഞതെല്ലാം ഇവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് ചിന്തിക്കണം. ഇതിനുവേണ്ടി നന്നായി പ്രവർത്തിക്കണം. തീർച്ചയായും. താങ്ക് യു. എന്ത് നല്ല ഐഡിയാസ് ആണ്. എനിക്കൊരു കൈ തന്നെ. ഹലോ മാം. ഹലോ സാർ. Hello. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഉള്ളത് സോളാർ എനർജിയാണ്. ഇത് നമ്മുടെ മുഴുവൻ പ്ലാനറ്റിനെയും പവർ ചെയ്യും. ഈ 2 സോളാർ പാനൽ ഉണ്ടല്ലോ,
ഈ 2 പാനൽസും ഒരു 100 പാനൽസിന് ഈക്വൽ ആണ്. അത്രയ്ക്കും അഡ്വാൻസ്ഡ് ആണ് നമ്മുടെ ടെക്നോളജി. പിന്നെ ഇതിനായി ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ വേണം. കാരണം നമുക്ക് നോളജ് കിട്ടിയില്ലെങ്കിൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. ഇതിലൊന്നും പോസിബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് അപ്പൊ ഇതാണ് ഐഡിയൽ പ്ലാനറ്റ്. അതെ, അതാണ് ഉദ്ദേശിച്ചത്. ദാ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട്, പിന്നെ ഇവിടെ ഒരു ഹോസ്പിറ്റലുണ്ട്, ബിൽഡിങ്സ് ഒക്കെ ഉണ്ട്. എല്ലാം 2 ബിൽഡിങ്ങില്. അതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൺവേ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇതിനെ സസ്റ്റൈനബിൾ ആക്കാൻ വേണ്ടി ഞാൻ പ്രാധാന്യം കൊടുത്തു. പിന്നെ സോളാർ പാനൽ ഉപയോഗിക്കുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ യാത്ര ചെയ്യുന്നതിന് നടക്കുന്നതാണ് എൻ്റെ പ്രധാനപ്പെട്ട ട്രാൻസ്പോർട്ടേഷൻ മെത്തേഡ്. പിന്നെ ഉള്ളത് സോളാർ പവേർഡ് സ്ട്രീറ്റ് ലൈറ്റ്സ്, നമ്മുടെ ട്രെയിൻസ്, ഒരുപാട് പ്രകൃതിയുണ്ട്. Yes. പിന്നെ കാടുകളും. അതെങ്ങനെയാ ചെയ്തത്? എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു അത്. ആ തെളിഞ്ഞു നിൽക്കുന്ന സംഭവം കണ്ടില്ലേ? അത് ഗ്ലൂവാ. ഓ, ഗ്ലൂ ആണോ? ഓ വാ, നൈസ്. വെരി നൈസ്. സൂപ്പർ ആയിട്ടുണ്ട്. യാ, ലുക്സ് But I am വെരി telling you, നൈസ്. മാൻഡി, നയൻതാര, ഐ ഡോണ്ട് നോ. ഈ ജോലി വളരെ ഡിഫിക്കൽട്ട് ആണ്. ഇനി കൂടുതൽ സമയം എടുക്കണ്ട. സോ പ്ലീസ് നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോയി ഇരുന്നോളൂ. യെസ്. താങ്ക് യു. കുറെ മാസമായി നിങ്ങൾ കാത്തിരുന്ന ആ സമയം ഇതാ വന്നിരിക്കുകയാണ്. ആരാണ് നമ്മുടെ യങ് ഇന്നവേറ്റർ? ആരാണ് നമ്മുടെ ഗ്രാൻഡ് പ്രൈസും ജഡ്ജസിന്റെ മനസ്സും സ്വന്തമാക്കുന്നത്? ജഡ്ജസിന് 3 പാരാമീറ്റേഴ്സ് ഉണ്ട്. അതായത് നമ്പർ 1 ഐഡിയ, നമ്പർ 2 ക്രിയേറ്റീവ് യൂസ് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് നമ്പർ 3 ഫൈനൽ പ്രസന്റേഷൻ. അപ്പോ വർക്ക് സ്റ്റേഷൻ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ വെയിറ്റ് ചെയ്യുന്നു നമ്മുടെ ജഡ്ജസിന്റെ റിസൾട്ടിനായി. ടു ടെൽ us. സോ ഇവിടെ വന്നിരിക്കുന്ന സ്റ്റുഡൻസിൽ ആരാണ് വിജയിച്ചിരിക്കുന്നത്? 3rd, പ്ലീസ് മാം. എല്ലാ പ്രൊജക്ടിനും ഒരുപാട് തോട്ട്സ് ഉണ്ടാവും, Yeah. നല്ല ഗ്രേറ്റ് ഐഡിയാസ് ഉണ്ടാവും. എക്സിക്യൂഷൻ അടിപൊളിയായിരുന്നു. പലവട്ടം പലരുടെയും പേരുകൾ തലയിൽ വന്നുപോയി. പക്ഷെ അതിൽ നിന്ന് എടുത്തത് 3 പേര്. ആൻഡ് ദ 3rd പ്രൈസ് വിന്നർ ഫോർ ലോട്ട്സ് ഓഫ് വെരി ഡിഫറെന്റ് കോൺസെപ്റ്റ് ബ്രോട്ട് ഇൻ ടു വൺ സ്പേസ് ഫോർ എ ലോട്ട് ഓഫ് ക്രിയേറ്റിവിറ്റി വിത്ത് മെറ്റീരിയൽസ്. നമ്മൾ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമുണ്ട്. ബിക്കോസ് ദ 3rd പ്ലേസ് ഈസ് Tanisha R. താങ്ക് യു. Bangalore International Kids High, Bangalore. Hey, congratulations. താങ്ക് യു മാം. Well done. സോ ആക്ച്വലി ഇന്ന് 2nd പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെ എനിക്കും അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കാൻ പറ്റി. The 2nd prize in today's competition is Jeevitha Shri from Nathala Vidyodaya School, Chennai. Congratulations. താങ്ക് യു മാം. ഇതാ ഇത് വാങ്ങിച്ചോളൂ. Yeah. Now it's time for the last and the final name. So the name on this envelope Yes. is of someone. അവർ ഞങ്ങൾ രണ്ടുപേരെ ഞെട്ടിച്ചു. ചിലപ്പോൾ നിങ്ങളെയും. Yes, absolutely. Different concepts, great presentation, Beautiful visualization as well. sharp Yeah. presentation all in all. പിന്നെ എല്ലാ രീതിയിലും മനോഹരമായി പ്രസന്റ് ചെയ്തു. And the winner of FeviCreate Idea Labs 2025 partnered by Sony A. Young Innovators, the winner is Rishant Kumar from Jagran Public School, Noida. Congratulations. Very happy for you. Congrats. Very well done. താങ്ക് യു. അത്ഭുതകരമായ അമേസിംഗ് ആയ ഈ ഒരു സീസണിന് ശേഷം എനിക്ക് തോന്നുന്നത് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും വിന്നേഴ്സാണ്. കാരണം ഇവരെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ഇവർക്കെല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഭാവിയിലെ നമ്മുടെ പ്രകൃതി സുരക്ഷിത കരങ്ങളിലാണെന്ന്. നിങ്ങളും ചെറിയ ചെറിയ പരിശ്രമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം നമുക്കൊരു സസ്റ്റൈനബിൾ പ്ലാനറ്റ് വേണം. This was FeviCreate Idea Labs partnered by Sony A and I am your eco-friendly host ഋത്വിക് ധഞ്ചാനി. താങ്ക് യു വെരി വെരി മച്ച്. ഇനി നമ്മൾ വീണ്ടും ഉടനെ കണ്ടുമുട്ടും. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്. ടു ക്രാഫ്റ്റ്, പ്ലേ Play and learn.